ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തിലെ രണ്ടാമത്തെ വാരത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നവീകരണത്തിൻ്റെയും ആത്മപരിത്യാഗത്തിൻ്റെയും പാതയിലൂടെ ചരിക്കുന്ന നമുക്ക് ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള സന്ദേശങ്ങളുമായാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ സമർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ഇന്നത്തെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. യേശുനാഥനെ പോലെ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനും മനുഷ്യരക്ഷ കൈവരിക്കുന്നതിനും വേണ്ടി സ്വന്തം ജീവിതത്തെ ഒരു ബലിവസ്തുവാക്കി മാറ്റിക്കൊണ്ട് വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും മാതൃക കാണിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ ഇന്നത്തെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, നവീകരണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണ് സമർപ്പണത്തിൻ്റെ ഘട്ടം. നമ്മുടെ ജീവിതത്തെ അതിൻ്റെ സകല ഭാവങ്ങളോടും കൂടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ സമർപ്പണം, നമ്മുടെ നവീകരണം, അത് പുതിയ ഒരു ചൈതന്യം ആർജിച്ചെടുക്കുകയാണ്. ഇന്ന് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പണ മനോഭാവവും വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മനോഭാവവും നമ്മിൽ രൂപപ്പെടുന്നതിനുള്ള കൃപ നൽകുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ
കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനുള്ള മൗന പ്രാർത്ഥനയുടെ സമയമാണിത്. നിയോഗ സമർപ്പണത്തിൻ്റെ ഈ സമയത്ത് നമ്മുടെ തന്നെ ജീവിതങ്ങളെ കർത്താവായ ദൈവത്തിന് സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അങ്ങേ പ്രിയപുത്രനെ ശ്രവിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ വചനത്താൽ ഞങ്ങളെ ആന്തരികമായി പരിപോഷിപ്പിക്കാൻ കനിയണമേ. അങ്ങനെ ആത്മീയമായ ഉൾക്കാഴ്ചയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹത്വത്തിൻ്റെ ദർശനത്താൽ ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിൻ്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവനതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെപ്പോലും എനിക്ക് തരാൻ മടി കാണിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന് മുൻപിൽ വ്യാപരിക്കും. കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവേ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന് മുൻപിൽ വ്യാപരിക്കും. കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമേ, നിൻ്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ
അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ശോഭിക്കുന്ന മേഘത്തിൽ നിന്ന് നിത്യപിതാവിൻ്റെ സ്വരം ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി. യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടെ അവർ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ഒരു നവീകരണത്തിനാവശ്യമായ കൃത്യമായ വചനഭാഗങ്ങൾ നൽകിക്കൊണ്ടാണ് തിരുസഭ നമ്മെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ഞായറാഴ്ചയുമുള്ള സുവിശേഷ ഭാഗങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ സഞ്ചരിക്കേണ്ട കൃത്യമായ ക്രമമുള്ള ഒരു നവീകരണ ഘട്ടങ്ങളെക്കുറിച്ച് ഓരോ സുവിശേഷവും നമ്മോട് സംസാരിക്കുന്നുണ്ട്. തപസ്സുകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിൽ, കഴിഞ്ഞ ഞായറാഴ്ചയിൽ കർത്താവിന് മരുഭൂമിയിലുണ്ടായ പരീക്ഷയെക്കുറിച്ച് നാം വായിച്ചു കേട്ടു, ധ്യാനിച്ചു. ഒരു മനുഷ്യൻ്റെ നവീകരണത്തിൻ്റെ ആദ്യഘട്ടമെന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ അതിജീവനമാണ്. ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളിലും മറഞ്ഞിരിക്കുന്ന തിന്മയെ മനസ്സിലാക്കുവാനും അതിനേക്കാൾ ഉപരി മറഞ്ഞിരുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ആത്മപരിത്യാഗത്തിലൂടെ, ആത്മനിയന്ത്രണത്തിലൂടെ ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ക്ഷണമാണ് ആദ്യ ഞായറാഴ്ചയിലൂടെ നമുക്ക് ലഭിച്ചത്. ഇന്ന് നമ്മൾ തപസ്സുകാലത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം യേശുവിൻ്റെ രൂപാന്തരീകരണ സംഭവത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം പ്രലോഭനത്തിൽ നിന്നും തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നും ഒരുവൻ വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട നവീകരണത്തിൻ്റെ 2ാം ഘട്ടത്തെക്കുറിച്ചാണ്. അതവൻ്റെ രൂപാന്തരീകരണമാണ്. അവൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രൂപാന്തരീകരണം ഈ നവീകരണത്തിൻ്റെ 2ാം ഘട്ടത്തിൽ സംഭവിച്ചിരിക്കണം. കർത്താവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകുകയാണ്. ആ പിതാവിൻ്റെ സമർപ്പണ മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കണം.
യേശുവിൻ്റെ മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കണം. പിതാവിൻ്റെ തിരുവിഷ്ടം തിരിച്ചറിഞ്ഞ യേശുനാഥൻ തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അരൂപിയോട് ചേർന്ന് തന്നെ തന്നെ യേശുനാഥൻ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണവും വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അരൂപി ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവൻ്റെ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. പിന്നെ അവൻ മുഴുവനും ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിന് മാത്രമുള്ളതായി തീരുമ്പോൾ ദൈവിക ചൈതന്യം അവനിലേക്ക് സംജാതമാവുകയാണ്, അവനിൽ വന്ന് നിറയുകയാണ്. അവിടെയാണ് ഭാവമാറ്റങ്ങൾ പോലും ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള ഓർമ്മ ഒരിക്കലും സമർപ്പണത്തിൽ നിന്ന് നമ്മെ പിന്തിരിക്കരുത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ഒരിക്കലും നമ്മുടെ കുറവുകൾ നമ്മുടെ സമർപ്പണത്തിന് ഒരു വിഘാതമായി കടന്നു വരരുത്. ഒരിക്കൽ വിശുദ്ധ ജെറോം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ ജെറോം കൂടെ ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു: ഈശോയെ, ഞാൻ എന്നെ പൂർണ്ണമായി അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഈശോ വിശുദ്ധ ജെറോമിന് ദർശനം നൽകുകയാണ്. ഈശോ ദർശനം നൽകിയ സമയത്ത് ജെറോമിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ജെറോമേ, നീ ഇപ്പോഴും നിന്നെ എനിക്ക് പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല. ഇത് കേട്ടപാടെ ജെറോമിന് ആകെ പ്രയാസമായി. കാരണം തൻ്റെ ജീവിതകാലം മുഴുവനും ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ആത്മപരിത്യാഗത്തിൻ്റെയും തപശ്ചര്യയുടെയും ജീവിത മാർഗത്തിലൂടെ കടന്നുപോയ ഒരു സന്യാസി കൂടെയാണ് വിശുദ്ധ ജെറോം. ഇത്രയും നാള് കർത്താവിന് സമർപ്പണ മനോഭാവത്തോടുകൂടെ ജീവിച്ചിട്ട് ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കർത്താവ് ഇപ്രകാരം ഒരു ദർശനം അരുളി: നീ ഇനിയും നിന്നെ പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജെറോമിനാകെ പ്രയാസമായി. ജെറോം ഈശോയോട് ചോദിക്കുന്നുണ്ട്: ഈശോയെ, നീ എന്തുകൊണ്ട് എന്നോടിങ്ങനെ പറയുന്നു? അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി അതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാനചിന്ത. ഈശോ ജെറോമിനോട് പറയുകയാണ്: ജെറോമേ, നീ നിൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല വശങ്ങളും എനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. നിൻ്റെ പ്രാർത്ഥന, പരിത്യാഗ പ്രവൃത്തികൾ, തപശ്ചര്യകൾ എല്ലാം നീ എനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തിന്മകൾ നീ എനിക്ക് സമർപ്പിച്ചിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകൾ നീ എനിക്ക് സമർപ്പിച്ചിട്ടില്ല. അതുകൂടെ സമർപ്പിക്കുമ്പോഴാണ് നിൻ്റെ സമർപ്പണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. പ്രിയമുള്ളവരെ, ഈശോയുടെ ഉത്തരം എത്ര മനോഹരമാണെന്ന് നോക്കിയേ. നമുക്കൊക്കെ എത്രയോ വലിയ പ്രത്യാശ നൽകുന്ന സന്ദേശമാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കുറവുകളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ നമ്മുടെ തന്നെ സമർപ്പണത്തെയും അത് ബാധിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നില്ല. നമ്മളെ കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാനായിട്ട് നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നീ ചെയ്യുന്ന നന്മയും നീ ചെയ്യുന്ന തിന്മയും ഒരുപോലെ ചേർത്ത് വെച്ച് നീ നിൻ്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം. അവിടെയാണ് നമ്മുടെ സമർപ്പണം പൂർത്തീകരിക്കപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, നീ ചെയ്യുന്ന നന്മ അത് ദൈവം നിന്നിൽ ചെയ്യുന്നതാണ്. നീ ചെയ്യുന്ന തിന്മയാകട്ടെ അത് നീ നിന്നിൽ ചെയ്യുന്നതാണ്. നീ നിന്നിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെയും ഈ സമർപ്പണത്തോട് ചേർത്ത് വെച്ചില്ല എന്നാണെങ്കിൽ പിന്നെ നിൻ്റെ സമർപ്പണം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ പിതാവായ ദൈവം പാപികളായ നമുക്ക് വേണ്ടി ആ ഏകജാതനെ നൽകുന്നുവെങ്കിൽ ആ പിതാവിൻ്റെ സമർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പാപപ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സമർപ്പണ മനോഭാവത്തിലേക്ക് കടന്നു വന്ന് നമുക്കുള്ളതും നമ്മുടെ ഉള്ളും നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും സകലതും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. ഇനി നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് കർത്താവിൻ്റെ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അരൂപിയാണ്. സമർപ്പണത്തിൻ്റെ മറ്റൊരു ഭാവമാണിത്. അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അരൂപി. യേശുനാഥൻ പിതാവിന് വിധേയനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തന്നെ തന്നെ ഒരു ബലി പീഠമാക്കുകയാണ്, ബലി വസ്തുവാക്കുകയാണ്, തന്നെ തന്നെ ഒരു പുരോഹിതനാക്കുകയാണ്. ആ ഒരു മനോഭാവം നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കണം. തന്നെ തന്നെ അവിടുന്ന് പിതാവായ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അവിടുത്തെ തിരുവിഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തത് സഹനത്തിൻ്റെ വഴിയിലൂടെയാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്.
പിതാവ് തൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചത് ഇപ്രകാരമുള്ള ഒരു കടന്നുപോകലാണെന്ന് മനസ്സിലാക്കി അത് സ്വമേധയാ പുത്രനായ ഈശോ ഏറ്റെടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ പിതാവായ ദൈവം അനുവദിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. അത് സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എന്തോ അപ്രതീക്ഷിതമായത് സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങളെയും ഒരനുഭവങ്ങളെയും നമ്മൾ സ്വീകരിക്കരുത്. കർത്താവറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് നന്മയായാലും തിന്മയായാലും സന്തോഷമായാലും സഹനമായാലും എല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് കർത്താവിൽ ശരണപ്പെടാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. നമ്മെ എപ്പോഴും തളർത്തിക്കളയുന്നത് നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളാണല്ലോ. ഈശോയുടെയും ജീവിതത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടായില്ലേ? പക്ഷേ കർത്താവ് അത് തൻ്റെ പിതാവിന് സമർപ്പിച്ച് പിതാവിനോട് ചേർന്ന് നിന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും, പ്രത്യേകിച്ച് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായി നമ്മൾ പരിശ്രമിക്കണം. ഒരിക്കലും നമ്മുടെ സഹനങ്ങളെ നമ്മൾ പാഴാക്കി കളയരുത്. ഒരിക്കൽ ഈശോ പറഞ്ഞത് ഓർക്കുകയാണ്, നിൻ്റെ സഹനങ്ങളെ എച്ചിലാക്കി എനിക്ക് സമർപ്പിക്കരുത്. നിൻ്റെ സഹനങ്ങളെ എച്ചിലാക്കി എനിക്ക് സമർപ്പിക്കരുത്. ഇതിൻ്റെ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ. കർത്താവ് അനുവദിക്കുന്ന നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ പിറുപിറുത്തും കുറ്റപ്പെടുത്തിയും പഴിചാരിയും മനസ്സില്ലാ മനസ്സോടെയും ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ നമ്മൾ എച്ചിലാക്കുകയാണ്. അതൊരിക്കലും നമ്മൾക്ക് കർത്താവിന് സമർപ്പിക്കാൻ സാധിക്കുകയില്ല. നീ തുറന്ന മനസ്സോടെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചതിനാൽ അത് അങ്ങേയറ്റം വിലയുള്ള ഒരു സമർപ്പണമായി മാറും. നീ പോലും അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറിക്കൊള്ളും. സത്യത്തിൽ നമ്മുടെ സഹനങ്ങളൊക്കെ പെട്രോൾ പോലെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴുള്ള പെട്രോൾ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ. ഭയങ്കര വിലയാണ്. നമ്മുടെ സഹനങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ അത്രയും വലിയ വിലയുണ്ട്. ഈ പെട്രോളിൻ്റെ തന്നെ ഒരു സ്വഭാവം നമ്മുടെ സഹനത്തിനുമുണ്ട്. പെട്രോൾ എടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ അതിന് സംഭവിക്കുന്നത് അത് ആവിയായി പോകും എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ സഹനങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ എടുത്തു വെക്കരുത്. എടുത്തു വെച്ചിട്ട് കാര്യമില്ല. തമ്പുരാൻ മനസ്സിലാക്കുന്നത് പോലെ ഒരു മനുഷ്യനും നമ്മളെ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ തുറന്നു വെക്കാതെ ചില സമയത്തെങ്കിലും അടച്ചു വെക്കുക. ഈ പെട്രോൾ തന്നെ പാത്രത്തിലെടുത്തു വെക്കുന്നതിന് പകരം ഒരു വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ഒഴിച്ചു വെച്ചാലോ, ആ വണ്ടിക്ക് നല്ല ഓട്ടം കിട്ടും, നല്ല മൈലേജ് കിട്ടും. ഇതുപോലെ നിൻ്റെ ചില ജീവിത സഹനങ്ങളെ നിൻ്റെ ഉള്ളിൽ നീ സൂക്ഷിക്കുക. എന്നിട്ട് സക്രാരിയുടെ മുമ്പിൽ വന്നിരുന്ന് നീ കുത്തിയിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മൈലേജ് കിട്ടും. ഇതുവരെ നീ ഓടിയതിനേക്കാളും ഇരട്ടി ഊർജത്തോടുകൂടെ നിൻ്റെ ജീവിതത്തിൽ ഓടാനും ജീവിതത്തിൽ വിജയിക്കാനും അത് നിന്നെ സഹായിക്കും. ഇതാണ് നമ്മുടെ സഹനങ്ങളെ കർത്താവിന് പരമേൽപ്പിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തപസ്സ കാലത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിൻ്റെ 2ാം ഘട്ടമായ ഈ രൂപാന്തരീകരണത്തിലേക്ക് കടന്നു വരാൻ നമ്മെക്കൊണ്ട് സാധിക്കട്ടെ. ആദ്യ ആഴ്ചയിൽ നമ്മുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചു. ഈ 2ാമത്തെ ആഴ്ചയിൽ സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും മനോഭാവത്തോടെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിച്ച് അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവം നൽകുന്ന ആത്മാഭിഷേകത്തിൻ്റെ ഒരു നവ്യഭാവവും ചൈതന്യവും ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും ഏറ്റുകൊണ്ട് രൂപാന്തരീകരണം സംഭവിച്ച വ്യക്തികളെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് തുടരാം. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശിഷ്യ തപസ് കാലത്തെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീക്ഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് ദൈവജനത്തിന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനുള്ള കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ തിരുവൾത്താരയ്ക്ക് ചുറ്റും കൂടിയിരിക്കുമ്പോൾ സുവിശേഷത്തിലൂടെ അങ്ങയുടെ രൂപാന്തരീകരണം ഞങ്ങൾക്കും വെളിപ്പെടുത്തി തരുന്നുവല്ലോ. ഈ നോൻപ് കാലത്ത് ഞങ്ങളിലും പുതുജീവന്റെ രൂപാന്തരീകരണം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. ഐക്യത്തിലും സ്നേഹത്തിലും തികയിൽ ഈ നോൻപ് കാലത്ത് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ യുവതി യുവാക്കന്മാരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയിലൂടെ വിശ്വസ്തരായി ജീവിക്കുവാനുള്ള കൃപ അവർക്കേവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പുത്രനെ ഈ ലോകത്തിനു നൽകി സകലരുടെയും ആത്മരക്ഷയ്ക്കാണല്ലോ മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും പ്രത്യേകമായി കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് പ്രദാനം ചെയ്ത നിത്യരക്ഷ അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ ഈ സമയം സമർപ്പിക്കാം. ഏറ്റവും പ്രത്യേകമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നതിനുള്ള സകല കൃപകളും നൽകി നമ്മെ ഈ ജീവിതത്തിൽ വഴി നടത്തണമേ എന്ന് സർവാധീശനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനം അങ്ങിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുയുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരുണ്യത്താൽ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
കാഴ്ചവച്ചിടുന്നു ഞങ്ങൾ താതാ ജീവിതം കാണിക്കയായി. കാഴ്ചവച്ചിടുന്നു ഞങ്ങൾ താതാ ജീവിതം കാണിക്കയായി. എന്തേകി ദേഹങ്ങളല്ല നാഥ, എനിക്കുള്ളതെല്ലാം നിനക്കേകിടുന്നു. എന്തേകി ദേഹങ്ങളല്ല നാഥ, എനിക്കുള്ളതെല്ലാം നിനക്കേകിടുന്നു. കാഴ്ചവച്ചിടുന്നു ഞങ്ങൾ താതാ ജീവിതം കാണിക്കയായി. എൻ്റോക സൗഖ്യങ്ങളെല്ലാം നാദാ എല്ലാപനഷ്ടങ്ങളെല്ലാം. എൻ്റോക സൗഖ്യങ്ങളെല്ലാം നാദാ എല്ലാപനഷ്ടങ്ങളെല്ലാം. കാൽത്താരിൽ വച്ചു ഞാൻ വന്നിച്ചിടും നിതാ, സ്വീകരിക്കില്ലയൻ താതാ. കാൽത്താരിൽ വച്ചു ഞാൻ വന്നിച്ചിടും നിതാ, സ്വീകരിക്കില്ലയൻ താതാ. കാഴ്ചവച്ചിടുന്നു ഞങ്ങൾ താതാ ജീവിതം കാണിക്കയായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാഴ്ചവസ്തുക്കൾ ഞങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കുകയും പെസഹ തിരുനാൾ ആഘോഷിക്കാൻ അങ്ങേ വിശ്വാസികളുടെ ശരീരത്തെയും മനസ്സിനെയും പവിത്രീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തൻ്റെ മരണത്തെപ്പറ്റി ശിഷ്യന്മാരെ അറിയിച്ച ശേഷം വിശുദ്ധഗിരിയിൽ വെച്ച് അവിടുത്തെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്നത് പോലെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് എത്തിച്ചേരാൻ മനസ്സാവുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾ അങ്ങയെ അനവരതം പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം
ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ,
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും പിശാചിൻ്റെ ദാസ്യത്തിൽ നിന്നും തിന്മകളൊരുക്കുന്ന കെണികളിൽ നിന്നും മോചിതരാകുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സർവോപരി ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ ഏവരെയും നിത്യജീവിതത്തിനായി കാത്തുപാലിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ കാര്യങ്ങളിൽ പങ്കുകാരാകാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഈ മഹത്വമേറിയ രഹസ്യങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. കർത്താവെ, നിരന്തരമായ അനുഗ്രഹത്താൽ അങ്ങേ വിശ്വാസികളെ ആശീർവദിക്കുകയും അങ്ങേ ഏകജാതൻ്റെ സുവിശേഷത്തോട് അവരെ വിശ്വസ്തരാക്കുകയും ചെയ്യണമേ. അപ്പോസ്തലന്മാർക്ക് മഹത്വത്തിൻ്റെ തേജസ് തന്നിൽ തന്നെ അവിടുന്ന് ദൃശ്യമാക്കിയല്ലോ. അതേ മഹത്വം ഇവരും അനവരതം പ്രത്യാശിക്കാനും അതിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചേരാനും പ്രാപ്തരാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ നിത്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിമലയംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ യാചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ. കൈക്കൊള്ളണമേ തായേ നീ. വിമലയംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ.